നമ്മളെല്ലാവരും ജനിക്കുന്നു, വളരുന്നു, നമ്മൾ പീക്കിലെത്തുന്നു, നമ്മൾ താഴേക്ക് വരുന്നു, ഒരിക്കൽ മരിച്ചു പോകുന്നു. ഇതുപോലെ തന്നെയാണ് എല്ലാ ഇൻഡസ്ട്രിയും, എല്ലാ പ്രൊഡക്ട്സും. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ ഒരിക്കൽ നശിക്കും. ബിസിനസ്സും ഇങ്ങനെയാണ്. ഇവിടെ നിൽക്കുന്നതാണ് ഇന്നോവേഷൻ. ഇവരാരാണ്? ഫസ്റ്റ് മൂവേഴ്സ്. ആരാ? ഫസ്റ്റ് മൂവർ. എന്തൊരു കാര്യവും ഇൻഡസ്ട്രിയിൽ ആദ്യം കൊണ്ടുവരുന്ന ആളുകളാണ് ഫസ്റ്റ് മൂവർ. ലെജൻഡ്സ് ആൻഡ് മാസ്റ്റേഴ്സ്, ഇവരുടെ പ്രത്യേകത എന്താ? ദേ ആർ ഫാസ്റ്റ് മൂവേഴ്സ്. ഇവരെന്ത് ചെയ്യും? ഇവർ കൊണ്ടുവരുന്ന ഇന്നോവേഷനെ കോപ്പി അടിക്കും. ഇത് കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് അമ്മാവന്മാരിപ്പുണ്ട്. ഇവന്മാരോട് ആദ്യം തൊട്ടേ നമ്മൾ പറയുന്നുണ്ട് ഇത് മാറ്റുന്നു. പക്ഷേ ഇവർ മാറത്തില്ല. എന്തുവരും? ഇവിടെ എത്തുമ്പോഴായിരിക്കും ഇവന് തോന്നുന്നത് ഇത് കൊള്ളാമല്ലോ, ഞാനും തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് ഇവർ ലേറ്റ് മൂവേഴ്സ്. പിന്നെ അവസാനം ഒരു ടീമുണ്ട് ലെഗാർഡ്സ്. ലെഗാർഡ്സ് എന്ന് പറഞ്ഞാൽ തീർന്നു. ഇതിൻ്റെ അകത്തെ ഡിഫറൻസ് ഒന്ന് കണ്ടു. ബിസിനസ്സിൽ ഈ സൈഡിന്, ഇതിനെ രണ്ടായിട്ട് നമ്മൾ തിരിക്കുകയാണ്. ഈ സൈഡിൻ്റെ പേരാണ് ഗ്രോത്ത്, ഈ സൈഡിൻ്റെ പേരാണ് ഡിക്ലൈൻ. ഇവിടെ ഗ്രോത്ത്, ഇവിടെ നശിക്കും. ഇവിടെ വളരുന്നു, ഇവിടെ നശിക്കുന്നു. നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ ജാഗരൂകരായിരിക്കണം. നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെ നമ്മളുടെ ഇൻഡസ്ട്രി എപ്പോഴാണോ ഇവിടുന്ന് ഈ സ്ഥലം കഴിഞ്ഞു പോകുന്നത് എന്ന് അറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനാണ് കണ്ടിന്യൂസ് ലേണിംഗ് വേണമെന്ന് പറയാം. ലോകത്ത് എവിടെ നമ്മളുടെ എക്സിബിഷൻ നടന്നാലും പോകണമെന്ന് പറയുന്നത് ഇതിനാണ്. ബിസിനസ് ഓണറുടെ ജോലി ഇതൊക്കെയാണ്. പഠിക്കുക, ഇൻഡസ്ട്രി എവിടെ നിൽക്കുന്നു നോക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ജോലി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിവിടം കഴിഞ്ഞു, എന്ത് ചെയ്യണം? ഇവിടെ വെച്ച് സിസ്റ്റമാക്കി ഒന്നെങ്കിൽ സെല്ല് ചെയ്തേക്കുക അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്തേക്കുക. ആ പ്രൊഡക്റ്റേ ഡ്രോപ്പ് ചെയ്യുക, ആ ഡിവിഷനെ ഡ്രോപ്പ് ചെയ്തേക്കുക. ഇനി അതും പിടിച്ചുകൊണ്ടിരുന്നാൽ ലോസാണ്. കാരണം ഈ സൈഡിലേ ഉള്ളൂ പ്രോഫിറ്റ്. ഇതിൻ്റെ പേരാണ് അഡോപ്ഷൻ കർവ്. അഡോപ്ഷൻ കർവ്. ഇവിടെ വാപ്പ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബിസിനസ് വാപ്പ ഇവിടെ വെച്ചായിരിക്കും തുടങ്ങിയത്. നിൻ്റെ കഷ്ടകാലത്തിന് നീ വന്ന് കയറിയപ്പോഴത്തേക്കിന് ഇൻഡസ്ട്രി ഈ സൈഡിലോട്ടായിപ്പോയി. നാട്ടുകാരും വീട്ടുകാരും വാപ്പയും കൂടെ ചേർന്ന് നിനക്കൊരു പേരിട്ട് തരും, മുടിയനായ പുത്രൻ. വാപ്പ ഇപ്പോഴും സമ്മതിക്കത്തില്ല ഇതിൽ നിന്ന് മാറാൻ. വാപ്പ സമ്മതിക്കുമോ മാറാൻ? വാപ്പ പറയുന്നത് അതില്ല, അത് നിനക്കറിയാത്തതുകൊണ്ട്. അല്ലടാവേ എന്ന് വാപ്പയോട് പറയാൻ പറ്റണം. വാപ്പ ഇവിടെ കൊണ്ടുപോവാ, ഞാൻ പറഞ്ഞോളാം. എന്താ പ്രശ്നം? മാറത്തില്ല. അമ്മാവൻ മെൻറ്റാലിറ്റിയാണ്. എനിക്കുണ്ടാക്കാമെങ്കിൽ പിന്നെന്താ നിനക്കുണ്ടാക്കിയ? എൻ്റെ പൊന്ന് സാറേ, നിങ്ങളുടെ കാലഘട്ടമല്ല, അത് കഴിഞ്ഞു പോയി. വാപ്പയ്ക്ക് അന്ന് ഓടാൻ പറ്റുന്ന തൊട്ട് ഇന്ന് ഓടാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പ്രായമാകും തോറും ഇങ്ങോട്ടേക്ക് വരും. അതോടൊപ്പം കയറിയിരുന്നൊരു സാധനത്തിലാണ് വാപ്പ കാശുണ്ടാക്കിയത്. നമ്മുടെ കഷ്ടകാലത്തിന് നമ്മൾ വന്നപ്പോൾ ഇവിടെ ആയിപ്പോയി, തീർന്നു. ഇവിടെ എത്തുമ്പോൾ ഡേഞ്ചർ സോണാണ്. ഒന്നെങ്കിൽ ഈ പറഞ്ഞ വാപ്പായെ പോലുള്ള ആരെങ്കിലും കണ്ടെത്തി അവർക്കും കൊടുത്തേക്കണം. അവിടെ വെച്ച് ആ പ്രൊഡക്റ്റ് ഇനി എത്ര സ്റ്റോക്കിൽ അത് എങ്ങനെങ്കിലും ഫ്രീ കൊടുത്തോ, അല്ലെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ കൊടുത്തോ, അല്ലെങ്കിൽ FSൻ്റെ അകത്തിട്ട് കോംബോ അടിച്ചോ അത് തീർത്തേക്കുക. ഇനി ആ സ്റ്റോക്ക് എടുക്കരുത്. ഇവരും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇവർക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ് ഒത്തിരി പൈസയൊക്കെ ഇറക്കണം പുതിയ പ്രൊഡക്റ്റും കണ്ടുപിടിക്കാൻ, ഇന്നോവേഷന്, R&D ഒക്കെ വേണം. നമ്മൾ എന്ത് ചെയ്യണം? 100 രൂപ കൊടുത്ത് ഇവൻ നടത്തുന്ന എക്സിബിഷൻ കാണാൻ പോകണം. എന്നിട്ട് അവൻ്റെ സ്റ്റാഫിനോട് ചോദിക്കണം ഇതെന്തുവാണ്. എന്നിട്ട് അത് ഈ ലോകത്ത് എവിടെ വില കുറച്ച് കിട്ടുമെന്ന് നോക്കുക, അവിടെ പോയി മേടിച്ച് കാശുണ്ടാക്കിക്കോണം. അവൻ്റെ പേരാണ് ഫാസ്റ്റ് മൂവർ. അല്ലാതെ ഇതിലോട്ട് പോകരുത്. ഇലക്ട്രോണിക് ഐറ്റം ഉണ്ടാക്കാൻ പോകരുത്. മുടിയും. കാരണം നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തേ അതിൻ്റെ തലമൂത്ത സാധനമായിരിക്കും അപ്പുറത്ത് വരുന്നത്. അതുകൊണ്ട് ഉണ്ടാക്കാൻ പോകരുത്. അത് അവരുണ്ടാക്കിക്കോട്ടെ. പറ്റിയാൽ ഇവൻ്റെ ഫ്രാഞ്ചൈസി എടുക്കുക, പറ്റിയാൽ അവനോട് ഡീലർഷിപ്പ് സൈൻ ചെയ്യുക, പറ്റിയാൽ അവനോട് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് കിട്ടി നിൽക്കുന്ന അവൻ്റെ അടുത്തുനിന്ന് നമ്മൾ ഒരു ഡീലുണ്ടാക്കുന്നു. ഞാനല്ലാതെ ഇന്ത്യയിൽ ഇതാരും വിൽക്കരുത്. അന്ന് അവൻ സമ്മതിക്കും. കാരണം അവൻ എങ്ങനെങ്കിലും അതെത്തിച്ചാൽ മതി. യു ഹാവ് ടു ഒപ്റ്റിമൈസ് ആൻഡ് സിംപ്ലിഫൈ യുവർ പ്രൊഡക്റ്റ് ലിസ്റ്റ്.